ഇന്ന് നൈറ്റ് ഡിന്നർ പരിപ്പ് സാദമാണ്. അതിൻ്റെ കൂടെ കോളിഫ്ലവർ ചില്ലി ഉണ്ട്. അപ്പം നമുക്ക് ചെയ്ത് നോക്കിയാലോ? ഇതെൻ്റെ റെസിപ്പി അല്ല, അമ്മയുടെ റെസിപ്പിയാണ്. നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ പരിപ്പ് ചോറ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൊന്നിയരിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. പൊന്നിയരി ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് പൊന്നിയരിയാണ് നമ്മൾ എടുക്കുന്നത്. എടുത്തിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കും. ഇപ്പോൾ അരമണിക്കൂറാണ് നമ്മൾ കുതിർത്തെങ്കിൽ 2 വിസിലും, 1 മണിക്കൂറാണെങ്കിൽ ഒറ്റ വിസിലും വെച്ചാൽ മതി. പിന്നെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞൊക്കെ കിട്ടണമെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ 1 വിസിലും കൂടെ വെച്ചാൽ മതി. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർത്താൻ വേണ്ടി ഇടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ കോളിഫ്ലവർ ചില്ലിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സോയ ചില്ലി ആണെങ്കിലും ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് നമ്മളത് വേവിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പരിപ്പ് ചോറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1.5 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, സവോള, പിന്നെ ഒരു 4-5 ചെറിയുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചില്ലിയിലേക്ക് വേണ്ടിയിട്ട് ആച്ചിയുടെ 65 മസാലയാണ് എടുത്തേക്കുന്നത്, അതിടുന്നുണ്ട്. പിന്നെ കോൺഫ്ലവർ, പിന്നെ കുറച്ചൊരു കടലമാവ്. ഞാനാണ് അമ്മേനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. എല്ലാം എടുത്തു കൊടുക്കും, അമ്മയാണ് എല്ലാം ചെയ്തു തരുന്നത്. അമ്മ ഇങ്ങനെ വെറൈറ്റി റൈസുകളൊക്കെ ഒരുപാട് ചെയ്യും. ഇപ്പോൾ തക്കാളിച്ചോറ്, പരിപ്പ് ചോറ്, സാമ്പാർ ചോറ്, ഇവിടെ ഇതിനെല്ലാം സാദമാണ് പറയുന്നത്. സാമ്പാർ സാദം, തേങ്ങാ സാദം, പരിപ്പ് സാദം ഇങ്ങനെയൊക്കെ പറയും. ഞാനിവിടെ വന്നേ പിന്നെ ഇങ്ങനെ വെറൈറ്റി റൈസുകളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് നമ്മളൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പുതിന സാദത്തെ പറ്റിയിട്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലാത്തവരെല്ലാം പോയി കാണണം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കർ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഏതെണ്ണ വെള്ളം ഒഴിക്കാം. ഇപ്പം സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ അത് ഒഴിക്കാം, തേങ്ങാ എണ്ണ ആണെങ്കിൽ അത് ഒഴിക്കാം. എന്നിട്ട് കുറച്ച് കടുക് ഇടുക. അതിന് ശേഷം നമ്മൾ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ജീരകം ഇട്ടിട്ട് രണ്ടും കൂടെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേനും ഫസ്റ്റ് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ബാലൻസ് എല്ലാം ഇട്ട് ഇളക്കി കൊടുക്കത്തുള്ളൂ. അപ്പോൾ കടുകും ജീരകവും പൊട്ടിയ ശേഷം കുറച്ച് കറിവേപ്പില, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് മൂപ്പിക്കണം. വേറെ നമ്മൾ പച്ചമുളകൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സവോളയും ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ സവോളയും ചെറിയുള്ളിയും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുന്ന ഉടനെ തന്നെ നമ്മളതിലേക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഒരുമിച്ച് ഇതെല്ലാം കൂടെ വഴണ്ട് വന്നോളും. അപ്പോൾ നമ്മൾ വറ്റലും കൂടെ ചേർത്ത് എന്നിട്ട് കുറച്ചൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അതാണ് സവോള പെട്ടെന്ന് കുക്കായി കിട്ടുന്നുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ അരിയിലേക്ക് പരിപ്പ് ഒരു 5 മിനിറ്റ് മുമ്പാണ് കുതിർത്താൻ വേണ്ടി ഇടുന്നത്. കാരണം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോളം പരിപ്പ് കുതിർത്ത് വെക്കുമ്പോഴത്തേനും കണ്ടമാനം വെന്തുടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പരിപ്പ് നമ്മൾ ഒരു 5 മിനിറ്റ് മുമ്പ് ഇട്ടതുള്ളൂ. ഇപ്പോൾ നമുക്ക് സവോള ഒന്ന് കുക്കായി കിട്ടിയതുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളിയും ചേർത്ത് കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ഇടുന്ന മസാലപ്പൊടി എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സാമ്പാർ പൊടി ഒരു 1.5 സ്പൂൺ സാമ്പാർ പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. 1 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ. എന്നിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ്സാണ് വെള്ളം. അപ്പോൾ നമ്മൾ പരിപ്പും കൂടെ അഡീഷണൽ ഇടുന്നുള്ളതുകൊണ്ട് ഒരു 2.5 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് നോക്കണം. കാരണം സവോളയ്ക്ക് മാത്രം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉപ്പും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം അരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അരിയും പരിപ്പും കൂടെ കഴുകി വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പെല്ലാം പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ച് വെക്കാം. നമ്മളിപ്പോൾ ഒരു 2 വിസിൽ വെച്ചിട്ടാണ് റൈസ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് കിട്ടണമെങ്കിൽ ഒരു 3 വിസിൽ അടുപ്പിച്ചാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ വെള്ളത്തിൽ അരി ഇട്ടത് ഒരു അരമണിക്കൂറോളമാണ് വെള്ളത്തിലേക്ക് ഇട്ടത്. അപ്പോൾ നമ്മുടെ റൈസ് വെന്തിട്ട് വിസിൽ പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ചില്ലി ചെയ്തെടുക്കാം. ചില്ലി നമുക്കിപ്പോൾ വറുത്ത് കോരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കുക്കർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ മുളകൊക്കെ മുകളിൽ
വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. എന്നാലേ ആ മസാല എല്ലാം കൂടെ എല്ലാ റൈസിലേക്കും എത്തത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് റൈസ് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അരി വേറിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചാൽ, അല്ലെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് നമുക്ക് ഒത്തിരി കുഴഞ്ഞിരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. പരിപ്പ് ചോറ്, കോളിഫ്ലവർ ചില്ലി,